ക്ഷതങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ? മുറിവുകൾ അല്ലേ? നമ്മൾ ക്ഷത്രിയർ എന്ന് പറയും. ക്ഷത്രിയർ എന്ന് പറയുമ്പോൾ ആരാ? രാജ്യത്തെ മുറിവുകളിൽ നിന്നിരുന്ന് രക്ഷിക്കുന്നവരാണ് ക്ഷത്രിയർ. അപ്പം അതുപോലെ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാവുന്ന മുറിവുകളിൽ നിന്ന് രക്ഷിക്കുന്ന കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. എന്താ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവുന്ന മുറിവുകൾ? കുഞ്ഞു കുഞ്ഞു വേദനകൾ, കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പം അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ തൊഴിൽ, അവരുടെ കല്യാണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുമല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ളതും ആവാം അല്ലേ? അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളെ നമുക്ക് സുഖപ്പെടുത്തുന്ന കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ായിട്ട് നമ്മുടെ കാലിലോ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് എവിടെയെങ്കിലും ഒരു മുറിവ് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോവുക. ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കും. അതിനുശേഷം ഡോക്ടർ വന്ന് പരിശോധിക്കും. മരുന്ന് വേണമെങ്കിൽ മരുന്ന് വെച്ച് കിട്ടും. അതിനുവേണ്ടി നമ്മൾ അവിടെ കുറച്ച് സമയം ഇരുന്ന് കൊടുക്കണം അല്ലേ? കുറച്ച് സമയം അവിടെ ചികിത്സയ്ക്കായി ഇരുന്ന് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഡോക്ടറിന് നമ്മളെ ചികിത്സിക്കാൻ സാധിക്കുള്ളൂ. അതായത് നമ്മുടെ മുറിവിൻ്റെ ആഴത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മളോട് ചെറിയ മുറിവാണെങ്കിൽ വീട്ടിൽ പൊക്കോളാൻ പറയും, മരുന്നൊക്കെ വെച്ചിട്ട്. വലിയ മുറിവാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ അവിടെ അഡ്മിറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന മുറിവുകൾ എത്ര വലുതാണോ, നമ്മുടെ മനസ്സിലുണ്ടാവുന്ന വേദനകൾ എത്ര വലുതാണോ, വ്രണങ്ങൾ എത്ര വലുതാണോ, അത്രയും സമയം നമ്മൾ ചികിത്സയ്ക്കായിട്ട് ക്ഷേത്രത്തിൽ ഇരുന്ന് കൊടുക്കണം. ക്ഷേത്രത്തിൽ നമ്മൾ ചികിത്സിക്കുന്നത് ആരാണ്? സാക്ഷാൽ ഈശ്വരനല്ലേ? അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ വൈദ്യനാഥൻ എന്ന് പറയുന്നത്. എന്താണ്? വൈദ്യന്മാരുടെയും വൈദ്യരാണ്, സുപ്രീം സർജൻ എന്ന് പറയും. ചില കേസസിൽ ഡോക്ടേഴ്സ് പറയും, ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ 100% ഞാൻ ചെയ്തു, ഇനിയൊക്കെ ഭഗവാന്റെ കയ്യിലാണ്. അപ്പം അവർക്ക് വരെ അറിയാം വൈദ്യന്മാരുടെയും വൈദ്യനാണ് ഭഗവാൻ എന്ന്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ശരീരത്തിൽ ഉണ്ടാവുന്ന രോഗങ്ങളും അല്ലെങ്കിൽ ചെറിയ ചെറിയ മുറിവുകൾക്ക് വരെ നമ്മൾ ഈശ്വരനെ ഇത്രയും ആശ്രയിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ മനസ്സിലെ മുറിവുകൾ ഭേദപ്പെടുത്താൻ ഈശ്വരനെ കൊണ്ട് സാധിക്കുന്നതല്ലേ അല്ലേ? അപ്പോൾ പക്ഷേ നമ്മൾ അവിടെ ചികിത്സയ്ക്കായിട്ട് ഇരുന്ന് കൊടുക്കണം. ഇന്നത്തെ കാലത്ത് ഉത്സവ ടൈമിലല്ലാതെ, ഉത്സവ സമയങ്ങളിലല്ലാതെ എത്ര പേര് ക്ഷേത്രങ്ങളിൽ തൊഴുത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്? ഇവിടെ ഇരുന്ന അമ്മമാരിൽ നിങ്ങൾ എത്ര പേര് തൊഴുത് കഴിഞ്ഞാൽ അവിടെ കുറച്ചു നേരം ഇരിക്കാറുണ്ട്? ഒന്ന് കൈവക്കാമോ? ഇരിക്കാറുണ്ടോ? ഉണ്ട് അല്ലേ? സന്തോഷം. ചിലയിടത്ത് പോയാൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു ഡയലോഗ് ഉണ്ട്, ദാ പോയി ദേ വന്നു. അതുപോലെയാ, പോണതും കാണാം വരുന്നതും കാണാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ദീപാരാധന സമയം, നമ്മുടെ നടയടച്ചിരിക്കുക, തിരുമേനി പൂജ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ നടയുടെ ഇരുവശത്തുമായിട്ട് നിൽക്കും. അപ്പം അമ്മമാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും, ഞാനും ഒരു സ്ത്രീയാണ്, അപ്പം ഒന്ന് അപ്പുറത്തേക്ക് നോക്കും, ആ വശത്ത് ആരാണെന്ന് നോക്കും, ഇപ്പുറത്തെ വശത്ത് ആരാണെന്ന് നോക്കും, അവരുടെ ആടയാഭരണവും വസ്ത്രവും ഒക്കെ നോക്കും. അതിനിടയിൽ അമ്പലത്തിലേക്ക് പുതുതായിട്ട് ആരൊക്കെ കയറി വരുന്നുണ്ടെങ്കിൽ ഇവരെവിടുത്തെ ആളാണ്, ആരുടെ മകളാണെന്നൊക്കെ ചിന്തകൾ പോവും അല്ലേ? അതാണ് നമ്മൾ അമ്പലത്തിൽ നിൽക്കുമ്പോഴും അതിൻ്റെതായ ഒരു ഏകാഗ്രത നമ്മൾക്ക് ലഭിക്കുന്നില്ലല്ലേ? നമ്മൾ ചഞ്ചലരായിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ മറ്റ് ആരാധനാലയങ്ങൾ വെച്ച് നോക്കുമ്പോൾ, ഉദാഹരണമായിട്ട് ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിലും മുസ്ലിംസിൻ്റെ ആണെങ്കിലും ആരാധനാലയങ്ങളിൽ അവർ പ്രാർത്ഥനയ്ക്ക് പോയി കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു വരുമോ? ഇല്ല. അവിടെ അവർ കൂട്ടമായി ചേർന്നിട്ട് അവരുടെ മതഗ്രന്ഥങ്ങൾ പഠിക്കും. അതിന് പ്രെയർ ഹാളുകളൊക്കെ ഉണ്ട്. അപ്പം ഉദാഹരണമായിട്ട് ക്രിസ്ത്യൻസിൻ്റെ അവിടെ കുട്ടികൾക്ക് സൺഡേ ക്ലാസ് മസ്റ്റാണ് അല്ലേ? അതുപോലെ മുസ്ലിം സഹോദരന്മാരുടെ ആരാധനാലയങ്ങളിൽ അവർക്ക് മദ്രസ മസ്റ്റാണ്. അത് ഒഴിവാക്കാൻ പറ്റില്ല അല്ലേ? നമ്മുടെ ഇവിടെ ഉത്സവം തുടങ്ങിയാൽ നമ്മുടെ മക്കൾ ആനയും പൂരവും വന്നാൽ വരും അല്ലേ? പിന്നെ അടുത്ത ഉത്സവ കാലത്തെ നമ്മുടെ മക്കളെ ഇങ്ങോട്ടേക്ക് കാണത്തുള്ളൂ അല്ലേ? അതായത് മറ്റ് ആരാധനാലയങ്ങളിൽ അവർ പഠിത്തത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്, ജ്ഞാനത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്, അറിവ് നൽകുന്ന കേന്ദ്രങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളെ നമ്മൾ ജ്ഞാനക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മുടെ ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് സാംസ്കാരിക കലാ കേന്ദ്രങ്ങളായിരുന്നു. അവിടെയായിരുന്നു എന്താ പറയുക, നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ സംസ്കാരത്തിന് വേണ്ട സകല അറിവുകളും ലഭിച്ചിരുന്നത് ഈ ക്ഷേത്രങ്ങളിൽ വെച്ചായിരുന്നു.
അവിടെയായിരുന്നു സത്സംഗങ്ങൾ നടന്നിരുന്നത്. അവിടെ നിന്നായിരുന്നു വിദ്യ അഭ്യസിച്ചിരുന്നത്. ഡാൻസ് പോലെ, നൃത്തം പോലെയുള്ള കാര്യങ്ങൾ അഭ്യസിച്ചിരുന്നത് അവിടെയായിരുന്നു. സംഗീതം അഭ്യസിച്ചിരുന്നത് അവിടെയായിരുന്നു. പ്രാർത്ഥന, ധ്യാനം എന്നിങ്ങനെ എല്ലാം നമ്മുടെ ക്ഷേത്രങ്ങളിലായിരുന്നു അഭ്യസിച്ചിരുന്നത്. ഇന്നാവട്ടെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ അല്പനേരം സമയം കണ്ടെത്താൻ നമ്മൾക്ക് സാധിക്കുന്നില്ല അല്ലേ? അതിന് വളരെയധികം തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ് നമ്മൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ക്ഷേത്രങ്ങളെ ജ്ഞാനക്ഷേത്രങ്ങളാക്കി മാറ്റണം. അതുകൂടാതെ ഈ പുരാതനമായ അമ്പലങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ ധ്യാന മണ്ഡപങ്ങൾ കാണാൻ പറ്റും അല്ലേ? അതെന്തിനാണ്? നമ്മൾക്ക് അവിടെ ഇരിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഉള്ളതാണ്. പണ്ട് ഈ സത്സംഗങ്ങളൊക്കെ നടന്നിരുന്നത് ഈ ങ്ങളിൽ വെച്ചിട്ടായിരുന്നു. ഇന്ന് അതിനെ ഓർമ്മത്തക്ക വിധത്തിലാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ തൊഴുത് മടങ്ങി വരുമ്പോൾ ഒരു 5 മിനിറ്റ് ഇരിക്കണം എന്ന് പറയുന്നില്ലേ? അത് ഈ ഓർമ്മപ്പെടുത്തലാണ്. പക്ഷെ അവിടെയും നമ്മൾ മുരിക്കിന്മേൽ ഇരിക്കുന്നത് പോലെയാ, ഇരിക്കണോ എഴുന്നേക്കണോ. അഥവാ ഒരു 5 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ചേച്ചിയോടോ ചേട്ടനോടോ സംസാരിച്ചു കൊണ്ടിരിക്കും അല്ലേ? ഇതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുകയാണെങ്കിൽ അല്പനേരം മൗനമായി ഇരുന്ന് അവിടെ പ്രാർത്ഥിക്കുക. അപ്പം ചിലർ പറയും എനിക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന ശ്ലോകങ്ങളൊന്നും അറിയില്ല. നമുക്ക് ശ്ലോകങ്ങളൊന്നും ഒന്നും അറിയണം എന്നില്ല. ഇപ്പം ഇവിടുത്തെ ഭഗവതിയുടെ മുന്നിൽ പോയി അമ്മയെന്ന് വിളിച്ചാൽ അമ്മ കേൾക്കും. നമ്മൾ പറയില്ലേ, മഹാദേവൻ്റെ മുന്നിൽ കൂവളത്തിലെയും വെച്ച് പ്രാർത്ഥിച്ചാൽ മഹാദേവൻ കേൾക്കും. മറ്റൊന്നും ഭഗവാനോ ഭഗവതിക്കോ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന അമ്മയെന്നോ ഭഗവാനെ എന്നോ വിളിച്ചാൽ മതി. അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോയിട്ട് അല്പനേരം മൗനമായിരുന്ന് പ്രാർത്ഥിക്കുക. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞു, ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൻ്റെ ജോലിയാണ് നോക്കുന്നത്. അപ്പം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു രൂപകൽപ്പനയൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ക്ഷേത്രം നിർമ്മിച്ചത് നമ്മുടെ ഈ മനുഷ്യ ശരീരഘടനയുടെ ആ ഒരു മോഡലിലാണ്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ എന്ന് പറയുന്നത് നമ്മുടെ ശിരസാണ്. ക്ഷേത്രത്തിലെ ബലിക്കല്ലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ 2 കൈകളാണ്. ക്ഷേത്രത്തിലെ ഗോപുരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കാലുകളാണ്. ആ ശ്രീകോവിലിനകത്തിരിക്കുന്ന മൂർത്തിയാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ചൈതന്യമൂർത്തി. അതായത് നമ്മുടെ ശരീരഘടനയും ക്ഷേത്രവുമായിട്ട് അഭേദ്യ ബന്ധം പുലർത്തുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ക്ഷേത്രത്തിൽ, അപ്പം നമ്മുടെ ഈ ശരീരവും ഒരു ക്ഷേത്രം തന്നെയാണ്. സാധാരണ നമ്മുടെ ക്ഷേത്രത്തിൽ ഭയങ്കര സന്തോഷമൊക്കെ വരുന്ന നാളുകൾ ഉത്സവ നാളുകളാണല്ലേ. അപ്പോൾ ഈ ഉത്സവം എങ്ങനെയാണ് തുടങ്ങുക? ഒരു കൊടിയേറ്റമൊക്കെ തുടങ്ങും അല്ലേ? എങ്ങനെയാണ് കൊടിയേറ്റം നടക്കുക? അതായത് ചരട് നമ്മൾ പതുക്കെ താഴോട്ട് വലിക്കുന്നതിനനുസരിച്ച് പതാക അല്ലെങ്കിൽ കൊടി മുകളിലോട്ട് പോകും. അതിൻ്റെ ഏറ്റവും ഹൈ പോയിന്റിലെത്തി അവിടെ കൊടിയേറ്റമായി ആ ഗ്രാമത്തിൻ്റെ ആനന്ദമായി ഉത്സവത്തിന് തുടക്കമായി അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ എപ്പോഴാണ് കൊടിയേറ്റം നടക്കുക? എപ്പോഴാണ് ആനന്ദം ഉണ്ടാവുക? നമ്മൾ പൊതുവെ പറയില്ലേ, മൂലാധാരത്തിൽ നിന്ന്. അതായത് മൂലാധാരത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മുകളിലോട്ട് പോയിട്ട് ദേഹം എന്ന ബോധത്തിൽ നിന്നും ശ്രീകോവിലേക്ക്, എവിടത്തേക്ക്? ശ്രീകോവിലേക്ക്. മൂലാധാരത്തിൽ നിന്നും സഹസ്രാര ചക്രത്തിലേക്കുള്ള യാത്ര. അതായത് ഇവിടെയുള്ള മൂർത്തിയിലേക്ക് എത്തിച്ചേരുമ്പോഴാണ്, ആ ചൈതന്യത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ്, അതായത് ദേഹത്തിൽ നിന്നും ദേഹിയാണെന്ന ഒരു ആത്മബോധം വരുമ്പോഴാണ് ശരിക്കും നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് ആനന്ദം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണോ? അല്ല. നമ്മളുടെ ഈ ശരീരവുമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള, ഇപ്പം വസ്തുക്കളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ആളുകളായിക്കൊള്ളട്ടെ, ഇന്ന് നമുക്ക് സുഖം തരുന്നവർ നാളെ നമ്മളെ ദുഃഖിപ്പിക്കാം അല്ലേ? അതായത് നമ്മുടെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം നമ്മൾക്ക് സുഖവും തരും ദുഃഖവും തരും. ഇന്ന് നമ്മൾ കറണ്ട് ഉണ്ട് വീട്ടിൽ, മിക്സിയിൽ അരച്ച് കറി വെച്ചു, വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ അലക്കി തുണിയൊക്കെ തോറിയിട്ടു, പിന്നെ ചൂടുകാലമായതുകൊണ്ട് AC ഉണ്ടെങ്കിൽ AC ഇട്ട് ഫാനിട്ട് നമ്മൾ വിശ്രമിച്ചു അല്ലേ? നാളെയോ മറ്റന്നാളോ ഒരു 3-4 ദിവസത്തേക്ക് കറണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജീവിക്കാതിരിക്കുമോ? ഇല്ല, നമ്മൾ ജീവിച്ചു തന്നെ ആകണമല്ലേ? അതാണ് ഈ ശരീരത്തിന് ചുറ്റിയുള്ള എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ മനുഷ്യർ നമ്മൾക്ക് സുഖവും ദുഃഖവും തരും. അതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ആനന്ദം. നമ്മുടെ ഈ ദേഹിയാണെന്ന ബോധത്തിൽ എത്തുമ്പോഴാണ് നമ്മൾക്ക് ശരിക്കും ആനന്ദം കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള ആനന്ദത്തിന് എന്ത് നടക്കണം? നമ്മുടെ ദേഹത്തിൽ കൊടിയേറണം. അപ്പം പൊതുവേ നമ്മുടെയൊക്കെ ഉത്സവകാലത്ത് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ വിധിപ്രകാരമാണ് നടക്കുക അല്ലേ? വിധി തെറ്റിച്ചാൽ അവിടുത്തെ മൂർത്തി ഇളകും.
മൂർത്തി ഇളകി അവിടെ അനാചാരം നടക്കും. പിന്നെ അവിടെ ശുദ്ധികലശം നടത്തണം അല്ലേ. അപ്പം നമ്മുടെ ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ മൂർത്തി എപ്പോഴൊക്കെ ഇളകുന്നുണ്ട്? ഉദാഹരണമായിട്ട് അമ്പലത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നമ്മൾ നേദ്യം നൽകും. എല്ലാ ദേവതാമാർക്കും, അതായത് ദേവീദേവന്മാർക്കും ഒരുപോലെയാണോ നേദ്യം? അല്ല, വ്യത്യസ്തമാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിന് നൽകുന്ന നേദ്യം എന്താണ്? നമ്മൾ ശരീരത്തിന് യോജിച്ച ഭക്ഷണമാണോ കഴിക്കുന്നത്? ഏതൊരു ഭക്ഷണത്തിൻ്റെ പുറത്തും ഇത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതിയിട്ടുണ്ടോ അത് നമ്മൾക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. അപ്പം അത് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന നമ്മുടെ മൂർത്തിയെ ഇളകുന്നതിന് കാരണമല്ലേ? അത് വിധിപ്രകാരമാണോ നമ്മൾ ചെയ്യുന്നത്? ക്ഷേത്രങ്ങളിൽ ആരതി ഒഴിയുന്നുണ്ടെങ്കിൽ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ഒഴിയുന്ന ആരതി വേറെയാണ് അല്ലേ. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഒഴിയലുകളുണ്ടല്ലേ. MDMA, മയക്കുമരുന്ന്, എങ്ങനെ കാണാമല്ലേ. അപ്പം ഇതൊന്നും നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ വിധിപ്രകാരമല്ല നടക്കുന്നത്. അപ്പം ഇവിടെ ഇരിക്കുന്ന മൂർത്തി ഇളകുക എന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല അല്ലേ. അങ്ങനെ ഇളകുന്ന മൂർത്തിയെ നമ്മൾ ശുദ്ധികലശം നടത്തുന്നുണ്ടോ? ഇല്ല. നമ്മൾ അതിന് പകരം കോപം കൊണ്ട് ഉറഞ്ഞാടുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ അഹങ്കാരം കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? കാമവികാരങ്ങൾ കൊണ്ട് അച്ഛന് മക്കളെ മനസ്സിലാകുന്നില്ല, മാതാപിതാക്കളെ മക്കൾക്ക് മാതാപിതാക്കളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ആത്മഹത്യ, വെട്ട്, കൊല, നരബലി അടക്കം നമ്മുടെ ഈ നാട്ടിൽ നടന്നിട്ടുണ്ടല്ലേ. ഇതൊക്കെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മൂർത്തിയെ ഇളക്കുന്നതിന് കാരണം തന്നെയല്ലേ. അപ്പം ക്ഷേത്രങ്ങളിൽ മൂർത്തി ഇളകിയാൽ ശുദ്ധികലശം ചെയ്യണമെങ്കിൽ അവിടെ പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള തന്ത്രിവര്യൻ വരണം അല്ലേ. അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുലത്തിലെ മറ്റൊരാൾ വരണം. ഈ ഒരു ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ശുദ്ധികലശം ചെയ്യണമെങ്കിൽ ആര് വരണം? ദേഹം നമ്മൾക്ക് ഈ ശരീരം തന്നത് നമ്മുടെ അച്ഛനും അമ്മയാണ്. പക്ഷേ പ്രാണൻ തന്നത് ആരാണ്? ഭഗവാനാണല്ലേ. അപ്പം ആ ശുദ്ധികലശത്തിന് നമ്മൾ അമ്പലത്തിൽ തന്നെ പോയിരിക്കണം, അല്ലാതെ വേറെ ഒരു വഴിയില്ല. അപ്പം ക്ഷേത്ര ദർശനം നടത്തുകയും വേണം, അവിടെ അല്പം സമയം ചിലവഴിക്കുകയും വേണം. അപ്പം നമ്മൾക്കൊക്കെ തോന്നും, പുരാണങ്ങളിലൊക്കെ പറയാറുണ്ട്, പലരും പറയുന്ന കാര്യം, ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം പിന്നെ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ? വീട്ടിലിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ പോരെ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പം അത് നമ്മുടെ മക്കളാണ്, ബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ് ചോദിക്കുന്നതെങ്കിൽ അവർക്ക് അതിനുള്ള വ്യക്തമായ മറുപടി കൊടുക്കണം. ഇല്ലെങ്കിൽ നാളെ അത് അവരുടെ ചിന്താധാരയെ വഴിതെറ്റിക്കും. ഇതിന് ഉദാഹരണമായിട്ട് അമൃതാനന്ദമയി, മാതാ അമൃതാനന്ദമയിയുടെ ഒരു അമ്മ പറഞ്ഞ ഒരു കാര്യം പറയാം. ഒരിക്കൽ അമ്മയോട് അമ്മയുടെ ശിഷ്യൻ ഇതേ കാര്യം ചോദിച്ചു. അമ്മേ, അതായത് ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുകയാണ്, പിന്നെ ഞാൻ എന്തിനാണ് ക്ഷേത്രത്തിൽ പോയി തൊഴേണ്ട ആവശ്യം? ഞാൻ വീട്ടിലിരുന്ന് തൊഴുതാൽ പോരെ? അപ്പം അമ്മ വളരെ രസകരമായിട്ടൊരു മറുപടി കൊടുത്തു. മോനിപ്പോൾ ദാഹിക്കുന്നു എന്ന് വിചാരിക്കുക, ഈ ഭൂമിയുടെ അടിയിൽ മുഴുവൻ വെള്ളമാണ്. മോൻ ആ നിൽക്കുന്നിടത്ത് ഒരു കുഴി വെട്ടി അവിടെ ഒരു കിണർ കുഴിച്ച് അതിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നതിന് പകരം അടുത്തുള്ള കിണറ്റിലേക്ക് ഓടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. അപ്പം ആ ശിഷ്യൻ പറഞ്ഞു, അമ്മ അത് ആ കിണറ്റിലെ വെള്ളമാണ് നമ്മൾക്ക് കുടിക്കാൻ പാകത്തിൽ പരിശുദ്ധമായിട്ട് ലഭിക്കുന്നത്. അപ്പം അമ്മയും പറഞ്ഞു, ഇത് തന്നെയാണ് ഇവിടെയും കാര്യം. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഈശ്വര ചൈതന്യം, പരമാത്മാ പരബ്രഹ്മ രൂപം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിലും നമ്മൾക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ അത് കിട്ടണമെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ തന്നെ പോകണം, അല്ലാതെ വീട്ടിലിരുന്ന നടക്കത്തില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്കൂളിലോ കോളേജിലോ അതുമല്ലെങ്കിൽ മാർക്കറ്റിലോ തിയേറ്ററിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഈ ക്ഷേത്രത്തിൽ വരുമ്പോഴുള്ള അതേ മാനസികാവസ്ഥയും ആ ഒരു അനുഭവമാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകണ്ട, അവിടേക്ക് പോയാൽ മതി. അതല്ല, അവിടേക്ക് അതിൻ്റേതായ ഭൗതികമായിട്ടുള്ള ഒരു അനുഭവവും ക്ഷേത്രത്തിൽ പോകുമ്പം ഒരു പോസിറ്റീവ് എനർജിയും ഒരു പ്രത്യേക അനുഭവമാണ് ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്ഷേത്രത്തിൽ തന്നെ പോകണം. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയോ? ആദിശങ്കരാചാര്യർ ജയന്തിയാണല്ലേ. അപ്പം അദ്ദേഹത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം പറയാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം, അത് വളരെ കുറഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യനാണ് അല്ലേ. 32 വയസ്സ് വരെയേ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ 3 അപരാധങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തെ അപരാധം എന്ന് പറയുന്നത്, ഞാൻ നിന്നെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിലും മാത്രമായി കണ്ടു തൊഴുതു. അദ്ദേഹം പറയാണ്, ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിലും മാത്രമായി കണ്ടു തൊഴുതു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ പരബ്രഹ്മത്തിൻ്റെയൊക്കെ അദ്വൈതത്തിൻ്റെ ആചാര്യനാണ് പറയുന്നത്.
അദ്ദേഹത്തിന് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ അതിൻ്റെ പൂർണ്ണമായ ഭാവത്തിൽ, അതായത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭാവത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സാധാരണക്കാരായ നമ്മുടെ അവസ്ഥ എന്താണ്? ആദിശങ്കരാചാര്യർക്ക് പോലും അത് അവസാന കാലഘട്ടത്തിലാണ് മനസ്സിലായതെങ്കിൽ നമ്മൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? അപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോയാൽ നമ്മുടെ ചിന്തകൾ തന്നെ പല സ്ഥലങ്ങളിലായിരിക്കും. ഇപ്പോൾ ഇവിടെ വന്ന അമ്മമാർ ഈ പ്രഭാഷണം ഇപ്പൊക്കെ കേട്ടിരിക്കും. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ അവരുടെ ചിന്ത വീട്ടിലേക്ക് പോകും, അല്ലേ? വീട്ടിൽ പോയി എന്താ രാത്രിയൊക്കെ ഉണ്ടാക്കണ്ടേ, അല്ലെ നാളത്തെ കാര്യം, അല്ലെ മോൻ മോൾ, ഇതൊക്കെ ചിന്തിക്കൂലേ? അതുപോലെയാണ് നമ്മൾക്ക് ഏകാഗ്രത ലഭിക്കില്ല. അപ്പം നമ്മൾ മുന്നേ പറഞ്ഞ പ്രപഞ്ചത്തിൽ മുഴുവൻ ഈശ്വര ചൈതന്യം നിലനിൽക്കുന്നത് കൊണ്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് പറയുന്ന കാര്യം എത്രമാത്രം ശരിയാണ്. അത് പ്രാവർത്തികമാകുന്ന കാര്യമല്ല. എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ പോയാൽ പോലും അതിൻ്റേതായ തലത്തിൽ നമ്മൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പം നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. മള്ളിയൂർ ശങ്കരൻ തിരുമേനി ഈ സത്സംഗങ്ങളിലൊക്കെ പറയും, സ്വിച്ച് ബോർഡിൽ അറിഞ്ഞുകൊണ്ട് കൈയിട്ടാലും അറിയാതെ കൈയിട്ടാലും ഷോക്കടിക്കും, അല്ലേ? തീയിൽ അറിഞ്ഞുകൊണ്ട് കൈയിട്ടാലും തീയിൽ അറിയാതെ കൈയിട്ടാലും ഷോക്കടിക്കും. എന്താ? അതതിൻ്റെ സ്വഭാവം കാണിക്കും. അതുപോലെ തന്നെയാണ് ക്ഷേത്രങ്ങളിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയാലും അറിയാതെ പോയാലും അത് അതിൻ്റെ സ്വഭാവം കാണിക്കും. അതായത് ആ ചൈതന്യമൂർത്തി നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. പക്ഷെ അതിന് നിങ്ങൾ ആ ക്ഷേത്രഭൂമിയിൽ തന്നെ പോവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനുഭവവേദ്യമായ രീതിയിൽ ആ ചൈതന്യം നിങ്ങളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഈ ക്ഷേത്രത്തിൽ വരുന്ന കാര്യമൊക്കെ പറഞ്ഞു, നമ്മുടെ മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞു. ഞാനൊരു ഉദാഹരണമായിട്ട്, എനിക്ക് 2 മക്കളാണ്. അപ്പം മൂത്തയാളെന്ന് പറഞ്ഞത് 2ാം ക്ലാസ്സിലാണ്. അപ്പോൾ കുറച്ചുകൂടെ കുഞ്ഞായിരിക്കുമ്പം ഞങ്ങൾ കല്ലേക്കുളങ്ങര ശിവക്ഷേത്രത്തിൻ്റെ അടുത്താണ്. അപ്പം സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ ഡെയിലി രാവിലെയൊക്കെ തൊഴുതിട്ടൊക്കെ പോകും. അല്ലാത്ത ദിവസങ്ങളിൽ ഒരു ദിവസം സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചപ്പം അവൻ TV കാണും. അപ്പം ഞാൻ പറഞ്ഞു, 1ാം ക്ലാസ്സിലും എത്തിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഒരു ഓട്ടത്തിന് പോയിട്ടൊന്ന് ഭഗവാനെ തൊഴുതിട്ട് വായോ പറഞ്ഞു. അയ്യോ അമ്മ എനിക്ക് വയ്യ, നടുവേദന. ഒന്ന് ആലോചിക്കണം, 1ാം ക്ലാസ്സിൽ പോലും എത്താത്ത കുട്ടിക്ക് ഈ നടുവിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമെന്നൊന്നും എനിക്കറിയത്തില്ല, നടുവേദന. എന്നിട്ട് ഞാൻ അവനെ, നീ ഒന്ന് പോയി തൊഴുതിട്ട് വാ. അപ്പോൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം, അമ്മ 1 ആണോ 2 ആണോ 3 ആണോ? പുള്ളിക്കാരന് സത്യം പറഞ്ഞാൽ അവിടെ ഉപദേവതകളെയോ മഹാപ്രതിഷ്ഠയോ ഒന്നും തൊഴാൻ വയ്യ, വേണമെങ്കിൽ പോയിട്ടൊന്ന് ചുറ്റിയിട്ട് വരാം. അതുകൊണ്ടാണ് ഞാൻ ഈ 3 പേരെയും വലം വയ്ക്കണമെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നീ പോയിട്ട് വാ, എനിക്ക് അവൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും കാര്യമൊന്നുമില്ല, പക്ഷെ ആ ക്ഷേത്രത്തിൽ ഒന്ന് എത്തിച്ചേർന്നാൽ മതി. അപ്പം അവൻ്റെ പിന്നാലെ ഞാനും പോയി. അങ്ങനെ അവിടെ പോയപ്പം മഹാദേവനാണ് അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. ഉപദേവതകളായിട്ട് അയ്യപ്പനും ദക്ഷിണാമൂർത്തിയും അതുപോലെ ഗണപതി ഭഗവാനും ഉണ്ട്. അപ്പോൾ ഇവൻ വലം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മഹാദേവൻ്റെ മക്കളാണ് അടുത്തിരിക്കുന്നത്, പിന്നെ മഹാദേവൻ്റെ തന്നെ ഒരു ഭാവമാണ് ദക്ഷിണാമൂർത്തി. ഇവരെയൊന്നും ചുറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് സങ്കടം വരില്ലേ? നിനക്ക് വലുതായി കഴിഞ്ഞാൽ ശബരിമലയിൽ പോകണ്ടേ? ആണോ? അപ്പോൾ അവർക്ക് വിഷമം വരുമല്ലേ? അങ്ങനെ പല ട്രിക്കുകളും പറഞ്ഞ് ഞാൻ അവനെ എല്ലാം വലം വെപ്പിച്ചു. പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇതെന്താ പറയേണ്ട കാരണം? എനിക്ക് 2ാമതൊരു മകനുണ്ട്, ഇപ്പോൾ ഒരു 3.5 വയസ്സ്. അവൻ ഫുൾ ടൈം അമ്പലത്തിൽ തന്നെയാണ് ചുറ്റിക്കളിക്കുക. ഒരു ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഒരു ദൈവത്തിൻ്റെ മുന്നിൽ, ഉപദേവതയുടെ മുന്നിൽ അവൻ വലം വയ്ക്കുമ്പം എൻ്റെ മൂത്ത മകൻ അവനെ പിടിച്ചു കൊണ്ടുപോയിട്ട് പറയാണ്, ഇവിടെ മാത്രം വലം വെച്ചാൽ പോരാട്ടോ, എല്ലാവരുടെയും വലം വെക്കണം, വലിയ ദേഷ്യം. അപ്പം അതാണ് നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അവരുടെ വരും തലമുറകൾക്കും അവരത് പകർന്നു കൊടുക്കും. അപ്പം അവരുടേതായ രീതിയിൽ കുറച്ച് ട്രിക്കൊക്കെ ഉപയോഗിച്ച് അങ്ങോട്ട് അവരെ ക്ഷേത്ര ദർശനത്തിന് കൊണ്ടുവരാം. നമ്മുടെ മക്കൾ പൊതുവേ ക്ഷേത്രത്തിൽ എപ്പോഴാണ് വരിക? വല്ല എക്സാം പാസ്സാവാനോ എഴുതിയതിനോ കല്യാണത്തിനോ മറ്റോ വരും, അല്ലേ? നമ്മളൊരു പാൽപ്പായസമൊക്കെ ദക്ഷിണാമൂർത്തിക്ക് വെക്കുക, എന്നിട്ട് വീട്ടിൽ പഠിക്കാതെ ഇരുന്ന് ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണുക. എക്സാം പാസ്സാവുമോ? ഇല്ല. എക്സാം പാസ്സാവണമെങ്കിൽ പഠിക്കണം, അതിന് നമ്മളും ഒരു എഫേർട്ട് ഇടണം. അപ്പം നമ്മുടെ വീട്ടിലെ മക്കൾക്ക് കല്യാണം നടത്തണം, ഒരു മംഗല്യ സൂക്ത പുഷ്പാഞ്ജലി അങ്ങനെ എന്തെങ്കിലും ഉമാമഹേശ്വര പൂജയൊക്കെ ചെയ്താൽ നല്ലതാണ്. പക്ഷേ അതും പറഞ്ഞിരുന്നാൽ ഭഗവാൻ പെണ്ണിനെയും ചെക്കനെയും വീട്ടിൽ കൊണ്ട് തരില്ല. നമ്മൾ മാട്രിമോണി വഴിയോ അത് ചെയ്യേണ്ട, നമ്മൾ ചെയ്യേണ്ട കാര്യം അത് നമ്മളും ചെയ്യണം, അല്ലേ? അപ്പം നമ്മുടെ ഈ വഴിപാടുകൾ കൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് നമ്മളായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. നമ്മളിലൂടെയാണ് ഭഗവാൻ അത് ചെയ്യുന്നത്. ഈ നമ്മൾ കൊടുക്കുന്ന വഴിപാടൊക്കെ ഭഗവാൻ എഴുന്നേറ്റ് വന്ന് ചെയ്യുന്നതാണോ? അല്ല, നമ്മളിലൂടെ ഭഗവാൻ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഭഗവാനും നമ്മളും തമ്മിൽ ഭേദമില്ല പറയുന്നത്. തത്വമസി,
4 അക്ഷരമാണെങ്കിലും കുറഞ്ഞ പൊരുളല്ല അത്, അല്ലേ? 41 ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് പൊന്നമ്പലമേട് കയറി 18-ാം പടിയും കയറി മേലെ കയറി പോകുമ്പോൾ കാണുന്നതാണ് തത്വമസി. അത് നീയാകുന്നു. നീ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എന്നെ കാണാൻ വരുന്നത്, ആരെയാണോ നീ കാണാൻ വന്നത് അത് നീ തന്നെയാണെന്ന് പറഞ്ഞു തരുന്ന പൊരുളാണ്. നമ്മൾക്ക് 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന അർത്ഥമൊന്നുമല്ല തത്വമസി, അല്ലേ? അപ്പം അതായത് നമ്മളിൽ അവിടെ ഇരിക്കുന്ന അതേ ചൈതന്യമാണ് നമ്മളിലും ഇരിക്കുന്നത്. അപ്പം വഴിപാടെന്ന് പറയുമ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിന് കുറച്ചൊന്ന് ഉഷാറാക്കുക, ഒരു മോട്ടിവേഷൻ കൊടുക്കുക, ഒരു എനർജി കൊടുക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് വഴിപാട്. ഇപ്പം സ്വാഭാവികമായിട്ട് കുട്ടികൾ ഒരു എക്സാമിൻ്റെ തലേദിവസമോ പെന്നോ കാര്യങ്ങളൊക്കെ പൂജിക്കാൻ കൊടുത്ത് തിരുമേനി അത് നമ്മൾക്ക് തിരികെ തരുമ്പോൾ നമ്മൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇതെനിക്ക് ചെയ്യാൻ സാധിക്കും, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമാണ്. ആ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് വഴിപാടുകൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു പുരാണത്തിലോ ഗ്രന്ഥത്തിലോ ഭഗവാൻ പറയുന്നുണ്ടോ വഴിപാട് ചെയ്താലേ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുമെന്ന്? ഇല്ലേ, അല്ലേ? ഭഗവാന് നമ്മുടെ സ്നേഹമാണ് വേണ്ടത്. അതിനർത്ഥം വഴിപാടുകൾ ചെയ്യരുത് എന്നല്ല. ഓരോ ക്ഷേത്രവും നിലനിന്ന് പോകണമെങ്കിൽ വഴിപാടുകൾ അത്യാവശ്യമാണ്. പക്ഷേ അത് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് തന്നെ ആവണം, അല്ലേ? ഒരമ്മയോട് ആ അമ്മയുടെ സുഹൃത്തോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു ചേച്ചിയോ പറയാണ്, എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ മോളുടെ വിദ്യാഭ്യാസവും ജോലിയൊക്കെ ശരിയായത് ഞാൻ ഇന്ന പൂജ ചെയ്തിട്ടാണ്. ഒരു 50,000-ൻ്റെ ഒരു പൂജ പറയണു. അത് കേൾക്കേണ്ട താമസം അമ്മ ഇല്ലാത്ത കാശ് തട്ടിക്കൂട്ടി ആ പൂജയ്ക്ക് ചെയ്യണു. പൂജ ചെയ്ത് 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, ജോലി കിട്ടുന്നില്ല, ജോലി വരുന്നില്ല. പകരം കടം വാങ്ങിച്ച് വീട്ടുകാർ വന്ന് വീട്ടിൽ നിന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പം അത് നമ്മൾക്കൊരു ബാധ്യതയാവരുത്. നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ പൂജ ചെയ്യാം. ഈ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പം വഴിപാടല്ലാതെ തന്നെ ചില സമയങ്ങളിൽ നമ്മളൊക്കെ പറയുന്നതാണ്, ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഭഗവാനെ, വിളക്ക് വയ്ക്കുന്നു, വ്രതങ്ങൾ എടുക്കുന്നു, നാരായണീയം പാടുന്നു, അത് പാടുന്നു, ഇത് നീ എൻ്റെ വിളിയേ കേൾക്കുന്നില്ല എന്ന് പറയും, അല്ലേ? ചിലത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില ആഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞാലും ഭഗവാൻ മനഃപൂർവ്വം ചെയ്തു തരാത്തത് അതിനൊരു കാര്യമുണ്ട്, നമ്മൾക്ക് വിധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് നമ്മുടെ നല്ലതിനാണ്. അപ്പോൾ നമ്മുടെ മക്കളോട് പറയാം, പരീക്ഷ സമയത്ത് പോയിട്ട് വഴിപാട് ചെയ്താൽ മാത്രം പോരാ. ഭഗവത്ഗീതയിൽ സാക്ഷാൽ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഓപ്പോസിറ്റ് സൈഡിൽ യുദ്ധത്തിൽ കസിൻസും ഗുരുക്കന്മാരും കുടുംബക്കാരെയൊക്കെ കണ്ടപ്പോൾ നമ്മുടെ അർജുനൻ അങ്ങ് തളർന്നിരുന്നു. എന്നെക്കൊണ്ട് പറ്റില്ല ആശാനേ പറഞ്ഞു, അല്ലേ? അപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞേ? എഴുന്നേറ്റ് നിന്നിട്ട് 2 കൈയും ഉയർത്തിയിട്ട്, അർജുന നിനക്കിതാ ഞാൻ ശക്തി നൽകുന്നു, നീ പോയി യുദ്ധം ചെയ്ത് ജയിച്ചു വരൂ എന്നാണോ പറഞ്ഞേ? അല്ല, അതിന് പകരം അർജുനനെ സാക്ഷാൽ ഭഗവാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. എന്താണ്? താൻ ചെയ്യാൻ പോകുന്നത് എത്ര പരിശുദ്ധമായിട്ടുള്ള കാര്യമാണെന്നും അർജുനന് എത്രമാത്രം ശക്തിയുണ്ട് എന്നും പറഞ്ഞ് മനസ്സിലാക്കി തിരികെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അല്ലാതെ നമ്മുടെ ഇപ്പം അടുത്ത കാലത്തൊരു സിനിമയിൽ പറയുന്നുണ്ട്, ഈ അമ്പലമുറ്റത്ത് ആ സിനിമാ പാട്ട് പാടാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അത് പറയുവാണ്. മഞ്ഞമുണ്ട് മടക്കി ചുറ്റി നടക്കി നീ ഇറങ്ങി വായോ, വിഷമിച്ചു കാത്തു നിൽപ്പു പാവം അർജുനൻ, സുദർശന ചക്രമെറിഞ്ഞ് അസുരൻ്റെ തലയെടുത്ത്. അതായത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയിലൊരു പാട്ടാണ്. ഇതെന്താ ഗുരുവായൂരപ്പൻ നമ്മുടെ ഗുണ്ടയാണോ? ഗുണ്ടാപ്പണിക്ക് ഇറങ്ങി വരുന്നതാണോ മഞ്ഞമുണ്ടും മടക്കി ചുറ്റിയിട്ട്? അല്ല, ഭഗവത്ഗീതയിൽ മക്കളെ അങ്ങനെയല്ല കേട്ടോ. ഭഗവത്ഗീതയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് യുദ്ധത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് ഭഗവാൻ ചെയ്തത്. അല്ലാതെ ഗുരുവായൂരപ്പൻ ഇറങ്ങി വന്ന് ഗുണ്ടാപ്പണിയൊന്നും ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു പാട്ടിൽ കേട്ടപ്പോൾ ഒരു തമാശ എന്നോണം തോന്നി, അതിവിടെ പറയണമെന്നും തോന്നി. അപ്പം ഈ പറഞ്ഞു വന്നത്, നമ്മൾ വീട്ടിൽ ഉള്ള അർജുനന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോൾ വിദ്യാഭ്യാസമാണെങ്കിലും ഓരോ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ അവരുടെ മുന്നിലുള്ള കുഞ്ഞു കുഞ്ഞു യുദ്ധങ്ങളാണ്. അതിലൊക്കെ അവർക്ക് എങ്ങനെ ജയിക്കാൻ പറ്റും, അത് ജയിക്കാനുള്ള ശക്തി അവരിൽ എത്രമാത്രം ഉണ്ടെന്നും പറഞ്ഞ് മനസ്സിലാക്കി അവരെ മുന്നോട്ട് നയിക്കലാണ് നമ്മളെ മാതാപിതാക്കളുടെ ജോലി. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞു, ചില ആഗ്രഹങ്ങളൊന്നും നടന്നില്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പം നമ്മുടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ഒരു കഥ പറയാം. അദ്ദേഹം ഒരിക്കൽ ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിനൊരു വയറുവേദന വന്നു. അപ്പം അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹവും പൂന്താനം ഉണ്ണിയേന്ന് വിളിച്ചാൽ എന്താ പൂന്താനം എന്ന് ചോദിച്ചിട്ട് ഭഗവാൻ അടുത്തു വരും എന്നാണ് പറയാറ്. അതുപോലെ മേൽപ്പത്തൂര് ഗുരുവായൂരപ്പാന്ന് വിളിച്ചാൽ മേൽപ്പത്തൂരേന്ന് ചോദിച്ചിട്ട് ഭഗവാൻ അടുത്ത് വരും. അപ്പം നമ്മൾ ആലോചിക്കണം, അവരുടെ ഭക്തിയൊക്കെ
എത്രയാണ് എന്നുള്ളത് അല്ലേ. അപ്പം അങ്ങനെ ഇരിക്കെ മേൽപ്പത്തൂരിൻ്റെ വാർദ്ധക്യകാലത്തിൽ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ ഈ വയറുവേദന അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹം വിളിച്ചു, എൻ്റെ ഗുരുവായൂരപ്പ വിളിച്ചു. നമ്മുടെ ഗുരുവായൂരപ്പൻ അടുത്ത് വന്നു, ചോദിച്ചു, എന്താ മേൽപ്പത്തൂരെ കാര്യം ചോദിച്ചു. എനിക്കൊരു വയറുവേദന, എനിക്ക് സഹിക്കാൻ പറ്റണില്ല, ഒന്ന് മാറ്റിത്തരാവോ ചോദിച്ചു. അപ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ നമ്മുടെ ഗുരുവായൂരപ്പൻ പറഞ്ഞു, ഇതൊക്കെ ഒന്ന് സഹിക്കേണ്ട മേൽപ്പത്തൂരെ, അതൊക്കെ കുറച്ച് സമയം കഴിഞ്ഞാൽ അങ്ങ് മാറുന്നതേ ഉള്ളൂ. പറയാം, നിർത്തണോ? വേണ്ട, കണ്ടിന്യൂ ചെയ്യാമല്ലേ. അതൊക്കെ കുറച്ച് സമയത്തിന് ശേഷം അത് മാറുന്നതാണ്, ഒന്ന് സഹിക്കൂ മേൽപ്പത്തൂരേ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പൻ പോയി. രണ്ടാമത് വീണ്ടും ഒരു 1.5 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ മേൽപ്പത്തൂരിന് വീണ്ടും അതികഠിനമായ വയറുവേദന വന്നു. അപ്പം മേൽപ്പത്തൂര് പിന്നെയും വിളിച്ചു, എൻ്റെ ഗുരുവായൂരപ്പാ എന്ന് വിളിച്ചു. അപ്പോൾ ഗുരുവായൂരപ്പ വീണ്ടും വന്നിട്ട് പറഞ്ഞു, എന്താ മേൽപ്പത്തൂർ ഈ ഒരു ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ വിഷമിക്കുക, അതൊക്കെ ഒന്ന് സഹിക്കൂന്നേ, അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ മാറും, ഞാൻ മാറ്റിത്തരില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ മാറ്റിത്തരും, ഒന്ന് സഹിക്കൂന്നേ. അപ്പം മേൽപ്പത്തൂരിന് ദേഷ്യം വന്നു. ഇതും പറഞ്ഞിട്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ അങ്ങോട്ട് മാഞ്ഞു കേട്ടോ. മേൽപ്പത്തൂരിന് ദേഷ്യം വന്നപ്പം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ഡയലോഗും പറഞ്ഞു, നമ്മളെ പോലെ തന്നെയാണ് കേട്ടോ അദ്ദേഹം, ഞാൻ എന്തൊക്കെ എഴുതി തന്നിട്ടുണ്ട്, നാരായണീയം അതും ഇതും എല്ലാം എഴുതി തന്നു, എന്നിട്ട് ഒരു വയറുവേദന മാറ്റിത്തരാൻ പറ്റില്ലയോ ചോദിച്ചു. അപ്പം ഭഗവാൻ പുഞ്ചിരിയോടെ മാഞ്ഞു. ദേഷ്യം സഹിക്കാത്ത മേൽപ്പത്തൂർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, തൊട്ടടുത്ത് ആരാ ഇരിക്കുന്നത്, പരദേവതയായ അമ്മയാണല്ലേ, നമ്മുടെ അമ്മയെ പോലെ തന്നെ ഭദ്രകാളി അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ആരുടെ അടുത്ത് പോയി, അമ്മയുടെ അടുത്ത് പോയി. അമ്മയെ, കാളിയമ്മയെ വിളിച്ചപ്പോൾ അമ്മ വന്നു, ഹായ് അല്ല ഇതാരാ, ഗുരുവായൂരപ്പൻ്റെ ആളല്ലേ, ഇതെന്താ ഇവിടെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു വയറുവേദന, അതൊന്ന് മാറ്റിത്തരും. ഗുരുവായൂരപ്പനോട് പറഞ്ഞാൽ മാറ്റിത്തരില്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാറ്റിത്തരുന്നൊന്നുമില്ല, അമ്മയൊന്ന് മാറ്റിത്തരും, ഇതിനാണോ നീ വിഷമിക്കുന്നത്, ഇതാ നിൻ്റെ വയറുവേദന മാറിയിരിക്കണോ പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് മാറ്റി. നമ്മുടെ ഭദ്രകാളി എന്ന് പറയുന്ന അമ്മ ദേവതാ സങ്കല്പങ്ങളിൽ വെച്ചിട്ട് ഭക്തൻ്റെ ആഗ്രഹങ്ങൾ നിഷ്പ്രയാസം നിമിഷ നേരം കൊണ്ട് നടത്തിക്കൊടുക്കുന്ന ഒരു ദേവതാ സങ്കല്പമാണ്. അതുകൊണ്ടാണ് അമ്മയെ ക്ഷിപ്രസാധ്യ എന്ന് പുരാണങ്ങളിൽ പറയുന്നത്. അപ്പം നമ്മുടെ വയറുവേദനയൊക്കെ മാറിയിട്ട് സസന്തോഷം നമ്മുടെ മേൽപ്പത്തൂര് തിരിച്ചു ഗുരുവായൂർ അമ്പലത്തിലേക്ക് വന്നു. ഇതുപോലെ ഒരു ദീപാരാധന സമയത്ത് നമ്മുടെ ഗുരുവായൂരപ്പൻ വരികയാണ്. എന്താ മേൽപ്പത്തൂര് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അപ്പം പറഞ്ഞു, എൻ്റെ ഗുരുവായൂരപ്പ നിങ്ങളോട് പറഞ്ഞിട്ട് ആ വയറുവേദന മാറ്റി തന്നോ, അതൊക്കെ ആ അമ്മയെ കണ്ടുപിടിക്ക്, നിമിഷ നേരം കൊണ്ട് മാറ്റി തന്നില്ലേ പറഞ്ഞു. അപ്പോൾ ഗുരുവായൂരപ്പൻ ചോദിച്ചു, ചതിച്ചല്ലോ മേൽപ്പത്തൂരെ, തനിക്ക് പൂർവ്വജന്മത്തിൽ ശകലം പാപം ഉണ്ടായിരുന്നു, അതിന് ഈ ജന്മം താനൊട്ട് നല്ല പുണ്യം ചെയ്തതും ഇല്ല, എന്നിട്ട് എളുപ്പ വഴിയിൽ വയറുവേദന മാറ്റിയല്ലേ, താൻ എന്താ ഈ ജന്മം ചെയ്തത്, ഇവിടെ വന്ന് സാധുക്കൾക്ക് താൻ ഭക്ഷണം കൊടുത്തോ, അതുമില്ല, അവർക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ചെയ്തോ, അതുമില്ല, താൻ ബുക്കൊക്കെ എഴുതി, അതൊക്കെ സത്യമാണ്, പക്ഷേ തൻ്റെ ആ പാപം താൻ ചെയ്തിട്ടുള്ള തൻ്റെ കുറച്ച് കർമ്മഫലങ്ങളുണ്ട്, ഈ ഒരു വയറുവേദന താനൊരു 2 വർഷം അനുഭവിക്കുകയാണെങ്കിൽ പൂന്താനത്തെ ജീവനോടുകൂടെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതുപോലെ തന്നെയും കൊണ്ടുപോകുമായിരുന്നു. അപ്പം താൻ ഈ എളുപ്പ പണി ചെയ്തതുകൊണ്ട് ഇരിക്കട്ടെ, 3 ജന്മമുണ്ട് തനിക്ക്. 1ാമത്തെ ജന്മം താനൊരു പാമ്പായി ജനിക്കും, തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് നാട്ടുകാർ തന്നെ തല്ലിക്കൊല്ലും, ആ ജന്മം അതോടെ തീരും. 2ാമത്തെ ജന്മം എന്ന് പറയുന്നത് ഒരു കൂവളത്തിൻ്റെ ചെടിയായിട്ട്. അന്നേ ദിവസം പൂജയ്ക്ക് പൂവോ മാലയോ ഒന്നും കിട്ടാത്ത പക്ഷം പൂജാരി അതിനെ അടിയോടെ പിഴുത്തെറിയും, ആ ജന്മവും അവിടെ അവസാനിക്കും. 3ാമത് കിട്ടുന്നത് ഒരു വണ്ടിക്കാളയുടെയാണ്. വണ്ടിക്കാരൻ തലങ്ങും വിലങ്ങും അടിച്ച് ആ ജീവൻ അങ്ങനെ മുന്നോട്ട് പോയെങ്കിൽ രക്ഷപ്പെട്ടു. അതിനുശേഷം ഒരു ജന്മം ലഭിക്കുകയാണെങ്കിൽ തൻ്റെ കാര്യം ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പം ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലത് നമ്മൾക്ക് വിധിച്ച കാര്യങ്ങളല്ല, നമ്മൾക്ക് വിധിച്ചതാണെങ്കിൽ നമ്മൾക്കത് ലഭിക്കും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും അത് നമ്മുടെ കർമ്മഫലങ്ങളാണ്, നമ്മൾക്ക് അനുഭവിച്ചേ മതിയാവുള്ളൂ എന്ന് വിചാരിക്കുക. അല്ലാതെ നമ്മൾ നമ്മുടെ ഭഗവാനെ പഴിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല അല്ലേ. നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ ഭഗവാനെയും ഭഗവതിയൊക്കെ കാണാൻ പോയാൽ വലിയ വലിയ ക്യൂ നിൽക്കും അല്ലേ, ക്യൂ നിട്ട് തൊഴണം. കഴിഞ്ഞ ഏകാദശി, ഗുരുവായൂർ ഏകാദശി നമ്മൾക്ക് കാണാൻ പറ്റും, റോഡ് വരെയാണ് ലൈന് അല്ലേ. അപ്പം അങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ നമ്മളും ആ ശ്രീകോവിലിനകത്തിരിക്കുന്ന ഭഗവാനും തമ്മിലുള്ള ആ ഒരു അകലമുണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കർമ്മഫലങ്ങളാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പം നമ്മൾ കണ്ണുമടച്ചിട്ട് പ്രാർത്ഥിക്കും,
ഭഗവാന്റെയോ ഭഗവതിയുടെയോ നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കും അല്ലേ. ഗുരുവായൂർ അമ്പലങ്ങളിലും ചില അമ്പലങ്ങളിലും പോയാൽ ചില അമ്മൂമ്മമാരൊക്കെ ആ നടയിലിരുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് നാമം ചൊല്ലുന്നത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അല്ലേ. അപ്പം നമ്മൾ കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മുടെ കർമ്മഫലങ്ങൾ ഇല്ലാതാവുകയാണ്. എന്നിട്ടോ നമ്മൾ ഭഗവാന്റെ മുന്നിലെത്തിയാൽ എന്താ സംഭവിക്കുക? ആ നേരം ഭഗവാനെ കണ്ട ഉടനെ കണ്ണടക്കും. എൻ്റെ ഗുരുവായൂരപ്പ അല്ല എൻ്റെ ഭഗവാനെ അയ്യപ്പ എന്ന് വിളിച്ച് കണ്ണടക്കും. പിന്നെ കണ്ണു തുറക്കത്തില്ല. അവിടുന്ന് സെക്യൂരിറ്റിക്കാരെ മാറ്റുന്നത് വരെ കണ്ണടക്കും. പക്ഷേ ആ ഒരു മാത്രയിൽ കാണുന്ന ആ ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിലുണ്ടാവും. ആ ഒരു പുണ്യം അല്ലെ ആ ഒരു അനുഭൂതി എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അത് ആ ഭഗവാൻ നമ്മുടെ ആ സമയം നമ്മുടെ എല്ലാ ഭാവങ്ങളും മാറ്റിത്തരും. അപ്പം ചിലർ നമ്മൾ പറയും പൈസ കൊടുത്തിട്ടൊക്കെ കയറും എന്നുള്ളത്. അപ്പം അവിടെയും ചിലപ്പം അതവർ ഭഗവാൻ അറിഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അവർക്ക് കർമ്മഫലങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ കരുതുക. അല്ലാതെ അവർ പൈസയൊക്കെ കൊടുത്ത് കയറുന്നു, ഇത് മോശമില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും മോക്ഷം കിട്ടാൻ വൈകുന്നതാണ്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി സെക്യൂരിറ്റിക്കാർ 2 വഴക്ക് പറയാണ്. അപ്പം നമ്മളും തിരിച്ചു പറയും, ഞങ്ങൾ ഇത്ര നേരമായി, ഇതൊക്കെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഒരു കളിയാ. എന്താണ്? മോക്ഷത്തിനുള്ള തടസ്സം ഉണ്ടാക്കണം. അപ്പം നമ്മൾ 2 പറഞ്ഞാൽ കഴിഞ്ഞു, അവിടെ പിന്നെയും വരണം അല്ലേ. അപ്പം നമ്മൾ ഒരു അമ്പലത്തിൽ പോവുകയാണെങ്കിലും ആരെയും പറ്റി ഒന്നും പറയാതെ നമ്മൾ ഭഗവാനെ പോയി തൊഴുത് നമ്മുടെ കർമ്മഫലങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക അല്ലേ. അപ്പം നമ്മൾ ക്ഷേത്രത്തിനെ പറ്റി പറഞ്ഞു, ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിൻ്റെ പ്രസക്തിയെ പറ്റി പറഞ്ഞു. അപ്പം ക്ഷേത്രത്തിൽ ശ്രീകോവിലിനകത്തിരിക്കുന്ന ഭഗവാനെയോ ഭഗവതിയോ പറ്റിയോ പറയണം അല്ലേ. ഇവിടെ നമ്മൾ പൊതുവെ പറയും, നമ്മൾ ഏത് രൂപത്തിലാണോ ആരാധിക്കുന്നത്, ഇപ്പം ദേവിയാണെങ്കിലും ദേവനാണെങ്കിലും ഏത് രൂപത്തിലാണോ അവരെ ആരാധിക്കുന്നത് ആ രൂപത്തിലായിരിക്കും നമ്മൾക്ക് അവരെ അനുഭവവേദ്യമാകുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്, ഏറ്റവും നല്ല ആരാധന എന്ന് പറയുന്നത് ദേവിയെയാണ്. അതായത് നമുക്ക് വളരെ എളുപ്പത്തിലും സുഖമായിട്ടും എളുപ്പത്തിൽ ആരാധന ചെയ്യാൻ പറ്റുന്ന ഈശ്വര രൂപം എന്ന് പറയുന്നത് ദേവിയാണ്, അമ്മയുടെ ഭാവമാണ്. എന്തുകൊണ്ടാണ്? അമ്മ എന്ന് പറയുന്നത് അമ്മയുടെ അടുത്ത് നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് അല്ലേ, ഒരു സുരക്ഷിതത്വമുണ്ട്. അതുകൊണ്ടാണ് അമ്മയുടെ ഭാവമാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പം നമ്മൾക്കറിയാം, കാർത്യായനി ദേവിയിലൂടെയാണ് ഗോപസ്ത്രീകൾ നമ്മുടെ ഭഗവാനെ സ്വന്തമാക്കിയത് അല്ലേ. അതുപോലെ അമ്മയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് അമ്മയുടെ ആരാധന നല്ലതാണെന്ന് പറയുന്നത്. ഇവിടെ അച്ഛനെയൊന്നും കുറച്ച് കാണുകയല്ല, മറ്റ് ദേവതാ സങ്കല്പങ്ങളെ കുറച്ച് കാണുകയല്ല കേട്ടോ. അച്ഛൻ്റെ പ്രത്യേകത എന്താണ്? വാത്സല്യം അച്ഛനുണ്ടല്ലേ, പക്ഷേ അത് ശാസനയിൽ ഒളിഞ്ഞിരിക്കുന്ന വാത്സല്യമാണ്. അമ്മയോ വാത്സല്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശാസനയാണ്. പൊതുവേ നമ്മുടെ വീട്ടിലെ അച്ഛനെയൊക്കെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ നല്ലോണം വഴക്ക് പറയും അല്ലേ, നന്നായിട്ട് ശാസിക്കും. അച്ഛനെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ? നമ്മളെ ഇഷ്ടം തന്നെയാണ്, പക്ഷേ നമ്മൾ നന്നാവാനാ പറയാം. ആ ശാസനയിലും ഒരു വാത്സല്യം ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ അമ്മയാണെങ്കിലോ, അമ്മ മാതൃഭാവം എന്ന് പറയുന്നത് വാത്സല്യഭാവമാണ്. അതായത് അമ്മ എന്ന് പറയുന്നത് നമ്മൾ ഏത് തരത്തിൽ നമ്മൾക്ക് എങ്ങനെ നിന്നാൽ അമ്മ നമ്മളിപ്പോൾ എത്ര വലുതായാലും അമ്മയ്ക്ക് നമ്മളെന്നും കുഞ്ഞാണ്. ആ ഒരു ഭാവത്തിലെ അമ്മ നമ്മളോട് കാണിക്കത്തുള്ളൂ അല്ലേ. അപ്പം നമ്മുടെ ആചാര്യന്മാർ പറയും, ദേവി അല്ലെ അമ്മ എന്ന് പറയുന്നത് ജലം പോലെയാണ്. എന്താ ജലത്തിൻ്റെ പ്രത്യേകത? നമ്മൾക്ക് എവിടെ വേണമെങ്കിലും വഴി തിരിച്ചു വിടാം അല്ലേ. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പം ഇവിടെ ഒരു പൈപ്പ് വെച്ചിട്ട് എനിക്ക് അടുത്ത് കൃഷിയിടം ഉണ്ടെന്ന് വെച്ചോ, അടുത്ത പറമ്പിൽ, ഈ പൈപ്പിലൂടെ എനിക്ക് വെള്ളം അവിടെ എത്തിക്കാൻ പറ്റും അല്ലേ. നമ്മുടെ ചില പാടങ്ങളിലും വയലുകളിലും കാണും, എന്താണ്, ഒരു സ്ക്വയർ പോലെയുള്ളതിൽ വെള്ളം ഉണ്ടാകും. അത് കൃഷിയിടങ്ങളിലേക്ക് ഇടയിൽ ഒരു കെട്ട് പൊട്ടിച്ചിട്ട് വെള്ളം അതിലൂടെ വിടും. അതായത് ജലം എന്ന് പറയുന്നത് ഫ്ലെക്സിബിളാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾക്ക് അതിനെ എങ്ങടെ വേണമെങ്കിലും വഴി തിരിച്ചു വിടാം. അതുപോലെ തന്നെയല്ലേ അമ്മ. അത് നമുക്ക് അമ്മയോട് പറയേണ്ട രീതിയിൽ അങ്ങ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയ അമ്മ നമ്മളെ കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ നിൽക്കും അല്ലേ. അതുകൊണ്ടാണ് അമ്മ ജലം പോലെ എന്ന് പറയുന്നത്. പക്ഷേ ഈ ജലത്തിന് വേറെയും കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. ജലം അതിൻ്റെ ശക്തി കാണിക്കാൻ തുടങ്ങിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഇല്ലാതാകുന്ന ശക്തിയാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് പ്രകൃതിക്ഷോഭങ്ങൾ അല്ലേ, സുനാമിയൊക്കെ. നമ്മുടെ ഇപ്പം നടന്ന വയനാടിലെ പ്രകൃതി ദുരന്തം നമ്മളെ ഏവരെയും വിഷമിപ്പിക്കുന്ന ഒന്നാണല്ലേ. ഇന്നും നമ്മൾക്ക് ആ ദൃശ്യങ്ങളൊന്നും മനസ്സിൽ നിന്ന് മായില്ല അല്ലേ. അപ്പം
അത്തരത്തിലുള്ള ശക്തിയെ നമുക്ക് തടുത്തു നിർത്താനും പറ്റില്ല. അത്രയ്ക്ക് ശക്തിയാണ് ജലത്തിനുള്ളത്. അതുകൊണ്ടാണ് അമ്മ ജലം പോലെയാണെന്ന് പറഞ്ഞു. വാത്സല്യത്തിന് വാത്സല്യമുണ്ട്, കരുണയ്ക്ക് കരുണയുണ്ട്, കരുത്തിന് കരുത്തുണ്ട്, ശക്തിക്ക് ശക്തിയുമുണ്ട്. അതുകൊണ്ട് അമ്മ ജലം പോലെയാണ്. ഇതിന് പുറമെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള മാർബിൾ വളരെ കട്ടി കൂടിയ വസ്തുവാണല്ലേ. അതിനെ എങ്ങനെയാണ് മുറിക്കുന്നത്? ജലത്തിനെ അതിൻ്റെ ശക്തി, ഏറ്റവും കൂടുതൽ ശക്തി ഉപയോഗിച്ചിട്ടാണ് ഈ മാർബിൾ മുറിക്കുന്നത്. ജലത്തിന് അതിയായ ശക്തി നൽകിയിട്ടാണ് മാർബിൾ മുറിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എത്രമാത്രം ശക്തിയുണ്ടെന്ന്. പൊതുവേ നമ്മളൊക്കെ പറയും സ്ത്രീകൾക്ക് ഒരുപാട് ഭാവങ്ങളുണ്ട്. ഏതൊക്കെയാണ്? അമ്മയാണ്, അനിയത്തിയാണ്, ചേച്ചിയാണ്, കൂട്ടുകാരിയാണ്, കാമുകിയാണ്, ഭാര്യയാണ്. പക്ഷെ അതിലേറ്റവും ഉദാത്തമായ ഭാവം എന്ന് പറയുന്നത് അമ്മയാണ്. ഒരു സാഹിത്യകാരൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നദികൾ, അനേകം നദികൾ ഒഴുകിയെത്തിയാലും അതൊക്കെ തന്നിലേക്ക് ഒതുക്കി വയ്ക്കുന്ന മഹാസമുദ്രമാണ് അമ്മ. അതുമല്ലെങ്കിൽ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ വന്നാലും അതൊക്കെ തന്നിൽ ഒതുക്കിക്കൊണ്ട് ഒരു പൊട്ടുപോലും തുളുമ്പാതെ അതിനെയൊക്കെ പരമമായ സഹനശക്തിയോടെ കൊണ്ടുപോകുന്ന ഒരു അവതാരമായി നിലകൊള്ളുന്നവളാണ് അമ്മ, അല്ലേ? നമ്മളൊക്കെ കുഞ്ഞുകാലത്ത് നമ്മുടെ മലമൂത്ര വിസർജ്യാദികൾ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ മധുസമാന ഭാവത്തോടെ ഉള്ള പ്രവൃത്തിക്ക് ഉടമയായവളാണമ്മ. നമ്മളെ 10 മാസം ധരിച്ച ധരിത്രിയാണമ്മ. നമ്മൾക്ക് ജന്മം തന്ന ജനനിയാണമ്മ. അതുകൊണ്ടാണ് ഭാരതം നമ്മളെ പഠിപ്പിക്കുന്നത് മാതൃദേവോ ഭവ. അമ്മ ദൈവമാണല്ലേ. അങ്ങനെയുള്ള നമ്മുടെ വീട്ടിലെ അമ്മയൊക്കെ വിഷമിപ്പിച്ചിട്ട് എവിടെയെങ്കിലും ഏത് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ടും ഏത് ഭഗവാനെ കണ്ടിട്ടും ഏത് ജോലി ചെയ്ത് പൈസ സമ്പാദിച്ചിട്ടും ഒരു കാര്യവുമില്ല. അമ്മയുടെയും അച്ഛൻ്റെയും ആ ഒരു സന്തോഷത്തിനപ്പുറം നമ്മൾക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളൊന്നുമില്ല. അമ്മേനെ വിഷമിപ്പിച്ചിട്ട് നമ്മൾ മൂകാംബിക അമ്മയുടെ അടുത്ത് പോയി തൊഴുതിട്ടൊന്നും കാര്യമില്ല, അല്ലേ? അമ്മയെ സന്തോഷത്തോടെ തന്നെ നോക്കണം. അപ്പം അതുപോലെ ഈ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും ഒരമ്മയാണ്, ആദി പരാശക്തിയാണ്. ഈ പ്രപഞ്ച മാതാവെന്ന് പറയുന്നത് ഉഗ്രരൂപിണിയാണെങ്കിലും ദയയുടെ ആഴക്കടലാണ്, ഭദ്രകാളിയാണ്, അല്ലേ? ഇവിടെ ഈ ശ്രീ ചെമ്മട്ടിയ ഭഗവതി ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നത് ഒരു ഭദ്രകാളി തന്നെയാണല്ലേ. നമ്മൾ ഭദ്രകാളി എന്നൊക്കെ പറയുമ്പോൾ പേടിയാണ് തോന്നുന്നത്. പക്ഷേ ഭദ്രകാളിയുടെ അർത്ഥം എന്താണ്? ഭദ്രം കലയതേ ഇതി. ഭദ്രം എന്ന് പറയുമ്പം ശുഭം, മംഗളം. കാളി പറയുമ്പം കാലത്തെ അല്ലെങ്കിൽ സമയത്തെ നിയന്ത്രിക്കുന്നവള്, കറുത്തവള്, അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ പറയുന്നുണ്ട്. മംഗളമായ കാലം നൽകുന്നവളാണ് ഭദ്രകാളി. അല്ലെങ്കിൽ ഭദ്ര, ഭയം, ദ്രവിപ്പിക്കുന്നവള്, ഭയത്തെ ദ്രവിപ്പിക്കുന്നവളാണ് അമ്മ, അല്ലാതെ ഭയം നൽകുന്നവളല്ല അമ്മ. അമ്മ എന്താ ചെയ്യുന്നത്? സൃഷ്ടിക്കുന്നു, സ്ഥിതി സൃഷ്ടി, സ്ഥിതി, സംഹാര, തിരോധാനം, പിന്നെ എന്താണ്? അനുഗ്രഹം. ഈ പഞ്ചകൃത്യങ്ങളാണ് അമ്മ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ എന്താ പറയുന്നത്? പഞ്ചകൃത്യ പരായണ എന്ന് പറയണ്ടല്ലേ. അമ്മ ചെയ്യുന്നത് പഞ്ചകൃത്യങ്ങൾ പരിപാലിക്കുന്നവളാണ് അമ്മ. ആ അമ്മയുടെ സങ്കല്പത്തിലാണ് ആ അമ്മയുടെ ഒരു രൂപം, ആദി പരാശക്തിയുടെ രൂപമാണ് നമ്മുടെ ഭദ്രകാളി, മഹാകാളി, അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ഈ ഭദ്രകാളിയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ തിന്മയ്ക്കുമേൽ നന്മയ്ക്ക് ലഭിച്ച വിജയമാണ് ഭദ്രകാളി സങ്കല്പം. പൊതുവെ പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പരദേവത എന്ന് വേണമെങ്കിൽ പറയാം. ദാരികവധത്തിനെ പറ്റിയുള്ള ഈ കഥകളൊക്കെ നമ്മുടെ ഈ കേരളത്തിലും കർണാടക, തമിഴ്നാട് ഭാഗങ്ങളിലല്ലാതെ നോർത്ത് സൈഡിൽ പോകുമ്പോൾ അത് ദക്ഷിണ കാളിക അല്ലെ മഹാകാളി അങ്ങനെയാണ് വരുന്നത്. അവിടെ കഥകൾ സതീദേവിയുടെ വിയോഗത്തിൽ വീരഭദ്രസ്വാമി ജന്മം കൊള്ളുന്നുണ്ടല്ലോ, ആ സമയത്ത് ഉണ്ടായ ഭദ്രകാളി എന്നുള്ളൊരു സങ്കല്പത്തിലാണ് അവിടെ അറിയപ്പെടുന്നത്. പക്ഷേ കേരളത്തിലാണ് ദാരികവധത്തിന് കൂടുതൽ പ്രശസ്തി. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ദാരികം മലയാളിയാണെന്നും പറയാം വേണമെങ്കിൽ. അപ്പം നമ്മുടെ കേരളത്തിലുടനീളമുള്ള കാവുകളിലും അമ്പലങ്ങളിലുമൊക്കെ നമ്മൾ ഭദ്രകാളി അമ്മയെ ആരാധിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ? കുലദൈവമായി, ഇഷ്ടദൈവമായി, അതുകൂടാതെ നമ്മുടെ തട്ടകത്തമ്മയായി, ദേശക്കാവിലമ്മയായി, വീട്ടിൻ്റെ മുകളിൽ മച്ചകത്തമ്മയായിട്ട്, ശാക്തേയ പീഠങ്ങളിൽ ശാക്തേയ ദേവിയായിട്ട്, വീട്ടിലെ പൂജാമുറിയിലും നമ്മുടെ സ്വന്തം അമ്മയായിട്ട് വരെ നമ്മൾ പൂജിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയുള്ള അമ്മ നമ്മൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. പൊതുവേ ഈ കുട്ടികളൊക്കെ ഭദ്രകാളിയുടെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ
ഭയങ്കര പേടി പറയും അല്ലേ, അയ്യോ എനിക്ക് പേടിയാണ്, ഞാൻ വരുന്നില്ല കേട്ടോ. അല്ലെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ചില ഭഗവതി സങ്കല്പങ്ങളുടെ രൂപം കണ്ടിട്ട് നമ്മളെ കുട്ടികളെ പേടി എന്ന് പറയും. അപ്പം നമ്മൾ ആ പേടി മാറ്റിക്കൊടുക്കണം. ആ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ആ ഒരു രൂപത്തിന് ഉള്ളിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം നമ്മൾ പറഞ്ഞു ഭദ്രകാളിയുടെ രൂപം എന്ന് പറഞ്ഞു. പുറത്തേക്ക് നീട്ടിയ നാവ്, ചുവന്ന നാവാണ് അല്ലേ. കഴുത്തിൽ എന്താണ്? തലയോട്ടി മാലയാണ്. അതുപോലെ കയ്യിൽ ഏന്തിയിരിക്കുന്നത് എന്താ? ദാരികൻ്റെ ശിരസാണ്. മറുകൈയിൽ ആ ദാരികൻ്റെ രക്തമാണ് ഒരു തളികയിൽ പിടിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്? ചില ഫോട്ടോകളിൽ നമുക്ക് കാണാം മഹാദേവൻ്റെ മാറിലാണ് ചവിട്ടി നിൽക്കുന്നത് അമ്മ. അരയിൽ തൂക്കിയിട്ടിരിക്കുന്നത്, കൈകൾ മുറിച്ചിട്ടാണ് അരയിൽ തൂക്കിയിട്ടിരിക്കുന്നത്. ഇങ്ങനൊരു എന്താ പറയുക, രൂപം കാണുമ്പോൾ കുഞ്ഞു കുട്ടികൾ പൊതുവേ പേടിക്കും, വലിയവർക്ക് തന്നെ പേടി തോന്നാം. പക്ഷേ അത്രയും പേടിക്കേണ്ട അമ്മയല്ല. ചില അമ്മമാരെ നമ്മൾക്കറിയില്ലേ, അതായത് ഇത്തിരി സ്ട്രിക്റ്റ് ആയിരിക്കും. നമ്മളൊരു തെറ്റ് ചെയ്താൽ അടിക്കും അല്ലേ, എന്നിട്ട് പിന്നെ പക്ഷേ സ്നേഹമാണോ? ആണ്. അതുപോലെ തന്നെയാണ് ഭദ്രകാളിയും. നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മളെ അടിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യും, വേണമെങ്കിൽ ഒരു തലയങ്ങോട്ട് വെട്ടും അല്ലേ. പക്ഷേ അത് അമ്മേനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അമ്മേനെ ഭയപ്പെടേണ്ടത് ശത്രുക്കളാണ്. അമ്മ നമ്മൾ എന്തിനാ അമ്മേനെ പോകുമ്പോൾ ഭയപ്പെടുന്നത്? എന്തിനാ? നമ്മുടെ കയ്യിലിരിപ്പ് തെറ്റാണെങ്കിൽ നമ്മൾ അമ്മേനെ ഭയപ്പെടണം, അല്ലാതെ അമ്മയൊന്നും ചെയ്യില്ല അല്ലേ. അപ്പം ഭദ്രകാളി ദേവിയുടെ കാര്യങ്ങൾ പറയുമ്പം മക്കൾ പറയും, അതെന്താ അമ്മ അങ്ങനെ നാക്ക് പുറത്തേക്ക് നീട്ടിയിരിക്കുന്നത്? അപ്പം അതിനെ വ്യാഖ്യാനിച്ച് വിപുലീകരിച്ച് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മൾ പറയണം, ഈ ഭദ്രകാളി അമ്മ നാക്ക് വെളിയിലിട്ടതിന് കാരണം നമ്മുടെ സംസാരം അമ്മ തന്നതാണ്, അമ്മ നമ്മൾക്ക് ദാനമായിട്ട് തന്നതാണ്. അപ്പം നമ്മൾ ആരുടെ കഥ പറഞ്ഞു കൊടുക്കണം? ഒരു കഥയുണ്ട്. ഞാനൊരു കണ്ണൂർക്കാരിയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ അവിടെ പ്രശസ്തമായൊരു അമ്പലമുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, മൃദംഗ ശൈലേശ്വരി ദേവി അല്ലേ. അവിടെ ചെറുപ്പം മുതൽ കേട്ട് വളർന്നൊരു കഥയാണ്. വിദ്വാൻ തമ്പുരാൻ കഥകളിയുടെ ഇന്നത്തെ രൂപത്തിലാക്കിയ അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്. അദ്ദേഹം ചെറുപ്പത്തിൽ സംസാരിക്കാത്തതും ബുദ്ധിക്ക് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു അത്ര. അപ്പം ഈ മൃദംഗ ശൈലേശ്വരി അമ്പലത്തിൻ്റെ അടുത്ത് ഒരു നീരുറവയുണ്ടായിരുന്നു. അപ്പം ഈ അച്ഛനമ്മമാരെന്ത് ചെയ്യും? ഈ മോനെ അങ്ങടേക്ക് പറഞ്ഞു വിട്ടും, അതായത് അതിൽ വീണിട്ടോ മറ്റോ ആ കുട്ടി ഇല്ലാതാവട്ടെ എന്ന് വിചാരിച്ചിട്ടാവും. 2-3 ദിവസം കഴിഞ്ഞിട്ട് താഴെ നദിയിൽ തിരഞ്ഞു നോക്കി, ജഡമൊന്നും പൊങ്ങിയില്ല. ഈ അച്ഛനമ്മമാരെ വീണ്ടും തിരിച്ച് ഈ നീരുറവയുടെ അടുത്ത് വന്നപ്പോൾ ആ കുട്ടി ഓടി വന്ന് അച്ഛാ അമ്മയെന്ന് വിളിച്ച് സംസാരിക്കണം. അപ്പോൾ അമ്മയും അച്ഛനും അതിശയത്തോടെ ചോദിച്ചു, നിനക്ക് എങ്ങനെ ഈ സംസാരം കിട്ടി? ആ കുട്ടി പൂർണ്ണ ആരോഗ്യവനായിട്ട് ബുദ്ധിപരമായിട്ട് ഒരു പ്രശ്നങ്ങളുമില്ലാത്ത ഒരു മകനായിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നു. അപ്പം ആ കുട്ടി ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അവിടെയുള്ള അമ്മ എനിക്ക് മുലപ്പാൽ തന്നു, എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. ഇത് ഞങ്ങളുടെ നാട്ടിൽ കേട്ട് വളർന്നിട്ടുള്ള ഒരു കഥയാണ്. അങ്ങനെയാണ് സംസാരിച്ചത്. അപ്പം ഈ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി അത് വേറെ ആരുമല്ല, മൃദംഗ ശൈലേശ്വരി അമ്മയാണ്. അമ്മയുടെ കഥകൾ ഒരുപാടുണ്ട്. അപ്പം നാവിൻ്റെ നീട്ടിയ ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മളെ കുട്ടികളോട് പറയാം, അമ്മ നൽകിയാണ് ഈ സംസാരശേഷി എന്ന് പറയും. അടുത്തത് അമ്മ പറയാണ് തലയോട്ടി മാലയെ പറ്റി പറയാം. എന്തിനാ അമ്മ തലയോട്ടി മാല ധരിച്ചിരിക്കുന്നത് ചോദിക്കുമ്പം പറയാം, നമ്മുടെ ഈ തലയ്ക്ക് അകത്തുള്ള ബുദ്ധി എന്ന് പറയുന്നത് അമ്മ നമ്മൾക്ക് തന്നതാണെന്ന് പറയാം. കാളിദാസനെ പറ്റി അറിയില്ലേ? മഹാവിഡ്ഢിയായിരുന്നു. ഇരുന്ന മരം മുറിക്കുന്നൊരു വ്യക്തിയായിരുന്നു കാളിദാസൻ ഒരു രാജകുമാരിയെ കല്യാണം കഴിക്കുക, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. രാജകുമാരിയെ കല്യാണം കഴിക്കുകയും അന്ന് രാത്രി പുള്ളിക്കാരിക്ക് മനസ്സിലാവും ഇവൻ പരമ വിഡ്ഢിയാണെന്ന്. അന്ന് രാത്രി തന്നെ പറഞ്ഞു വിടും. പാവം വിഷമിച്ചിട്ട് നടന്ന് നീങ്ങി ഒരു ക്ഷേത്രത്തിന് മുന്നിലെത്തും. കാളി ക്ഷേത്രത്തിന് മുന്നിലാണ് എത്തിയത്. അദ്ദേഹം വേഗം അതിനുള്ളിൽ കയറി കിടക്കും. ഈ ഭദ്രകാളി അല്ലെ കാളി സങ്കല്പം എന്നെല്ലാം പറയുമ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ ക്ഷേമം അന്വേഷിച്ച് അവരെ സഹായിക്കുന്ന ദേവതാ സങ്കല്പങ്ങളാണെന്ന് പറയാറുണ്ട്. അപ്പം നമ്മുടെ കാളിയമ്മയും അങ്ങനെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ പോയ സമയത്താണ് അമ്മയുടെ അമ്പലത്തിൽ കയറിയിട്ട് കാളിദാസൻ കിടന്നത്. കാളിദാസൻ്റെ യഥാർത്ഥ പേര് രുദ്രൻ ആയിരുന്നു. അപ്പം അമ്മ തിരിച്ചു വന്നിട്ട് അമ്മ വിചാരിച്ചു, സാധാരണ സമയങ്ങളിൽ നമ്മുടെ വീട്ടിൽ നിന്നെല്ലാം പറയും, ഭദ്രകാളിയുടെ അമ്പലമൊക്കെയാണ്, ഉച്ചയ്ക്ക് പോകാൻ പാടില്ല, അല്ലെ ഇന്ന സമയത്ത് പോകാൻ പാടില്ല. അങ്ങനെയുള്ള ഭദ്രകാളിയുടെ അമ്പലത്തിനകത്താണ് നട്ടപ്പാതിരക്കുരുത്തം കയറിയിരിക്കുന്നത്. അപ്പം അമ്മ തന്നെ അതിശയിച്ചു. അമ്മ ചോദിച്ചു, അകത്താര്? അപ്പം അകത്തുനിന്ന് മറുചോദ്യം, പുറത്താര്? രണ്ടാമതും അമ്മ ചോദിച്ചു, അകത്താരാണെന്ന് പറയൂ എന്നുള്ള രീതിയിൽ. അപ്പം വീണ്ടും പറഞ്ഞു, പുറത്താര്? അപ്പം അമ്മ പറഞ്ഞു, ഞാൻ പുറത്ത് കാളി എന്ന് പറഞ്ഞു. അപ്പം അകത്ത് ദാസൻ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തുകൊണ്ടാ?
നമ്മൾ മനുഷ്യർക്ക് പൊതുവേ നമ്മുടെ ഈ ശരീരവുമായി ബന്ധപ്പെട്ട ഒരുപാട് അഹങ്കാരങ്ങളുണ്ട്. എന്തൊക്കെയാ? ഞാൻ ഇന്നയാളുടെ മകളാണ്, അല്ലെ ഞാൻ ഇത്ര സമ്പന്നയാണ്, എനിക്ക് കാറുണ്ട്, വീടുണ്ട്, എൻ്റെ മകൻ IAS ആണ്, കളക്ടറാണ്. ഈ പറയണ കാളിദാസന് ആ ശരീരവുമായി ബന്ധപ്പെട്ട യാതൊരുവിധ അഹങ്കാരങ്ങളും ഇല്ല. അതുകൊണ്ടാണ് ദാസഭാവത്തിൽ കാളിദാസൻ പറഞ്ഞത്, പുറത്ത് കാളി എന്ന് പറഞ്ഞപ്പോൾ ആ നിൽക്കുന്ന കാളിയുടെ ദാസനാണ് അകത്ത് എന്ന്. ആ ഒരു ഉത്തരത്തിൽ അവൻ്റെ ആ ഭക്തിയിൽ പ്രസാദിച്ചിട്ടാണമ്മ ദർശനം നൽകിയത്. അങ്ങനെ കാളിദാസനോട് അമ്മ ചോദിക്കും, കാളിദാസ നിനക്ക് എന്താണ് ഞാൻ വരം നൽകേണ്ടത്? അപ്പം അദ്ദേഹം പറയും, എൻ്റെ ഭാര്യ എന്നെ അടിച്ചു പുറത്താക്കിയത് എനിക്ക് അറിവില്ല, ജ്ഞാനം ഇല്ലാത്തത്, എനിക്ക് അതാണ് വേണ്ടതെന്ന് പറയും. അപ്പം അമ്മ പറയും, ആ നാക്ക് ഇങ്ങോട്ട് നീട്ടു പറയും. എന്നിട്ട് എഴുതി കൊടുത്ത എന്താ? നമ്മളും നമ്മുടെ മക്കളും ഒക്കെ കുഞ്ഞുനാളിലും വലുതായിട്ടൊക്കെ നാക്കിൽ എഴുതിയ ഹരിശ്രീ ഗണപതായേ നമഃ അതങ്ങട് ആദ്യാക്ഷരം കുറിച്ചു കൊടുത്തു കാളിയമ്മ. അതോടെ ജ്ഞാനത്തിൻ്റെ ഒരു പർവ്വതം തന്നെയായി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? കാളിദാസൻ ഒരുപാട് കീർത്തനങ്ങളും ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അല്ലെ? അങ്ങനെ നമ്മുടെ മക്കളോട് പറയാം, ആ തലയോട്ടി മാലയുടെ ഉദ്ദേശം ഇതാണ്. ആ തലയോട്ടിക്കകത്തുള്ള ബുദ്ധി നമ്മൾക്ക് ദാനമായിട്ട് തരുന്നത് കാളിയമ്മയാണ്. അപ്പൊ മക്കൾ ചോദിക്കും, ദാരികന്റെ ശിരസ് എന്താ? അങ്ങനെ അമ്മ പിടിച്ചിരിക്കുന്നു. അപ്പൊ പറയാ, ദാരികൻ എന്ന അസുരനെ, നമ്മുടെ ദേവലോകത്തെയും എല്ലാം നശിപ്പിക്കാൻ തുനിയുന്ന അസുരനെ വെട്ടിയിട്ടാണ് ആ ഒരു അസുരനെ ഇല്ലാതാക്കിയതിൻ്റെ, അവൻ്റെ അഹങ്കാരത്തിന് ഇല്ലാതാക്കിയത് സൂചിപ്പിക്കുന്നതാണ് തല എന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കും, പിന്നെ എന്തിനാ കൈയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് ചോദിക്കും. അപ്പം പറയാം, കൈ കൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? എഴുതുകയാണ് ചെയ്യുക, അല്ലേ? അപ്പം എഴുതാനുള്ള നമ്മുടെ കഴിവ് തന്നത് ഭദ്രകാളിയാണ്. സാധാരണ പറയും, ഭദ്രകാളി ദേവിയുടെ അമ്മയുടെ കടാക്ഷം ഉണ്ടെങ്കിൽ സരസ്വതി താനെ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് പറയും. അപ്പം ഒരു കഥയുണ്ട്, കാളിദാസൻ്റെ തന്നെ മറ്റൊരു കഥ. കാളിദാസൻ്റെ രാജ്യസഭയിൽ ഒരു ദിവസം രാജാവ് ഒന്ന് പരീക്ഷിക്കാൻ ശ്രമിച്ചു. രാജാവ് ഒരു വരി പറയും, പക്ഷെ അതിന് മുന്നിലുള്ള വരികൾ കാളിദാസൻ കണ്ടെത്തണം. അപ്പം അവിടെ ഉണ്ടായിരുന്ന കവികളെല്ലാവരും സുല്ല് പറഞ്ഞു, പറ്റത്തില്ല, ഞങ്ങളൊക്കെ പറഞ്ഞ വരി ഇതാണ്, ഖായിഖ ഖായിഖങ്ങ, അതിന് മുന്നിലുള്ള വരികൾ കണ്ടെത്തണം. അപ്പം നമ്മുടെ കാളിദാസൻ ഇരുന്നും കടന്നും ആലോചിച്ചു. എന്നിട്ട് കാളിദാസൻ വേഗം കാളിക്ഷേത്രത്തിൽ പോയി അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇന്നേ വരെ നീ എന്നെ കൈവിട്ടിട്ടില്ല, എനിക്ക് ഇതിനൊരു അർത്ഥം പറഞ്ഞതായോ, അല്ലെ എനിക്ക് വരികൾ കാണിച്ചതായോ പറയും. അപ്പം കാളിദാസൻ അവിടെ കാത്തു നിന്നപ്പോഴൊന്നും അമ്മയുടെ ദർശനമൊന്നും ഉണ്ടായില്ല. അപ്പം കാളിദാസൻ പുറത്തേക്ക് ഇറങ്ങി, ഒരു 12 സ്റ്റെപ്പൊക്കെ ഉണ്ട് ഉജ്ജയിനി ക്ഷേത്രം, അവിടെ നിന്ന് ഇറങ്ങി ഒരു പാറപ്പുറത്ത് പോയിരുന്നു. അപ്പം അവിടെ ഒരു സുന്ദരിയായ കുട്ടി വരും. അപ്പം അദ്ദേഹം ചോദിക്കും, കാത്തും ബാലേ ചോദിക്കും, നീ ആരാണ്, നിൻ്റെ പേരെന്താണ് കുട്ടി ചോദിക്കും. കാഞ്ചനമാല പറയും. പക്ഷേ ആ സമയത്ത് നമ്മുടെ കാളിദാസന് മനസ്സിലാകാൻ ഒരു വഴിയില്ല. കാഞ്ചനമാല എന്ന് പറഞ്ഞാൽ നമ്മുടെ കാളിയമ്മയുടെ മറ്റൊരു പര്യായമാണ്. അപ്പം കാത്തുംബാലെ കാഞ്ചനമാല, കസ്യാപുത്രി, നീ ആരുടെ പുത്രിയാണ്? കനകലതായ, ഞാൻ കനകലതയുടെ പുത്രിയാണ്. കിം തേ ഹസ്തേ, നിൻ്റെ കയ്യിൽ എന്താണ്? കിം തേ ഹസ്തേ, താളീപത്രം, താളിയോലയാണ് എൻ്റെ കയ്യിൽ. കാവാരേഖ, എന്താണ് ആ താളിയോലയിൽ? ഖായിഖ ഖായിഖങ്ങ. ഇത് പറഞ്ഞ് ആ കുട്ടി അപ്രത്യക്ഷയാവും. അപ്പോഴാണ് നമ്മുടെ കാളിദാസന് മനസ്സിലാകുന്നത്, ദർശനം കൊടുത്തത് വേറെ ആരുമല്ല, ഭദ്രകാളി തന്നെയാണ്. അപ്പം മക്കളോട് പറയാ, നമ്മുടെ എഴുത്തിനുള്ള നമ്മുടെ കഴിവ് നമ്മൾക്ക് നൽകിയത് അമ്മയാണ്. അപ്പം ഇങ്ങനെ കുട്ടികളോട് പറയുമ്പോൾ നമ്മൾക്കിങ്ങനെ രസകരമായിട്ട് കഥകളിലൂടെ കാര്യങ്ങൾ പറയാം. പക്ഷേ അതിൻ്റെ യഥാർത്ഥ കാര്യം വരുമ്പോൾ പുറത്തേക്ക് നീട്ടിയ നാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൗനത്തെയാണ്. അതായത് നമ്മൾ നാവ് വെളിയിലിട്ടാൽ നമ്മൾക്ക് സംസാരിക്കാൻ സാധിക്കുമോ? സംസാരിക്കാൻ കഴിക്കില്ല. ചില സന്ദർഭങ്ങളിൽ, ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ നാക്കിനെ അടക്കണം, അല്ലേ, നിയന്ത്രിക്കണം. അതിൻ്റെ സൂചകമായിട്ടാണ് ആ മൗനത്തെ സൂചിപ്പിക്കുന്ന നാട് അമ്മയുടെ നാക്ക് വെളിയിലേക്ക് നീട്ടിയത്, അല്ലേ? ദാരികൻ്റെ ശിരസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യരുടെ സകല പ്രശ്നങ്ങൾക്കും കാരണം അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നതാണ് ഈ തല. അത് അമ്മ വെട്ടുന്നു. അമ്മ നിഗ്രഹിക്കുന്ന ശത്രുക്കൾ എന്ന് പറയുന്നത് യാഗവിഘ്നങ്ങളാണ്. അതായത് ഷഡ്വൈരികൾ എന്ന് പറയും. ഏതൊക്കെയാ ഷഡ്വൈരികൾ? കാമക്രോധ ലോഭ മോഹ മതമാത്സര്യങ്ങൾ, അല്ലേ? ഇവർ നമ്മുടെ അഹങ്കാരത്തിൻ്റെ പുത്രന്മാരാണെന്ന് പറയും. അങ്ങനെയുള്ള അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ് തല.
ആ തലയെയാണ് അമ്മ വെട്ടിയിട്ട് പിടിക്കുന്നത്. അതുകൊണ്ട് എന്താ സൂചിപ്പിക്കുന്നത്? അമ്മ ഇല്ലാതാക്കുന്നത് നമ്മുടെ അഹങ്കാരത്തെയാണ് ഇല്ലാതാക്കുന്നത്. അതാണ് ധാരികൻ്റെ ശിരസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കയ്യിൽ ധാരികൻ്റെ ചോരയുള്ള ഒരു തളികയാണ്, ചോര നിറച്ച തളികയാണ്. അതിനർത്ഥം അമ്മ രക്തം പാനം ചെയ്യുന്നവളാണ്, അല്ലെ ചോര കുടിക്കുന്നവളാണ് എന്നാണോ? അല്ല. അതിന് നമ്മൾക്ക് ഇങ്ങനെയും പറയാം, ഒരു ഉപാസകൻ്റെ ഓരോ തുള്ളി രക്തത്തിലും അവൻ്റെ വാസന അടങ്ങിയിട്ടുണ്ട്, അല്ലേ? അങ്ങനെയുള്ള വാസനയെ അമ്മ കഴിക്കുന്നു എന്നുള്ള അർത്ഥം. അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയും പറയാം, ഈ അഹങ്കാരത്തിൻ്റെ തലയങ്ങ് വെട്ടിയാൽ പിന്നെ അവിടെ ഉള്ളത് എന്താണ്? അമൃതാണ്. അമൃത് പാനം ചെയ്യുന്നവളാണ് അമ്മ എന്നും അതുവഴി സൂചിപ്പിക്കാം. പിന്നെ അമ്മയുടെ കയ്യിലെ ആയുധങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മയുടെ ഭൗതികമായും ആത്മീയപരമായിട്ടുള്ള ശക്തികളെയാണ്. വാള്, പരിച, ചൂലം, ഇതൊക്കെ അമ്മയുടെ ശക്തിയെ സൂചിപ്പിക്കുന്നതാണ്. അമ്മയുടെ കഴുത്തിലെ മാല 51 തലകൾ വെട്ടിയിട്ടുള്ള മാലയാണ്. അതായത് നമ്മുടെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും മേരുവായ ക്ഷായടക്കം 51 അക്ഷരങ്ങൾ. അതായത് ജ്ഞാനത്തിൻ്റെ ദേവിയാണമ്മ. നമ്മൾ മുന്നേ പറഞ്ഞു, മൗനം പറഞ്ഞു. അമ്മയുടെ നിറം എന്താണ്? കറുപ്പാണ്. നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി എന്താണ്? കറുപ്പാണ്. നമുക്ക് ഈ കൃഷ്ണമണി ഇല്ല എങ്കിൽ കാഴ്ച സാധിക്കുമോ? കാണാൻ സാധിക്കുമോ? സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നിർത്താമേ. കാഴ്ച കാണാൻ സാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് കാഴ്ച നഷ്ടപ്പെടും. അപ്പോൾ എന്താണ്? കാഴ്ചയില്ലാതാകുമ്പോൾ നമ്മൾക്കൊന്നും തന്നെ കാണാൻ സാധിക്കില്ല. അപ്പം ജ്ഞാനം നൽകുന്നവളാണ് അമ്മ, പ്രകാശം പരത്തുന്നവളാണ് അമ്മ. അപ്പം ജ്ഞാനത്തിൻ്റെ പ്രകാശം എന്ന് പറയുന്നത് എവിടെയാണ്? മൗനത്തിലാണ് എന്നാണ് അമ്മ സൂചിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു വൈകിയ വേളയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാലും ഇത്രയും നേരം നിങ്ങളോട് ഈ ഒരു പ്രഭാഷണത്തിലൂടെ സംസാരിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് അമ്മയുടെ കടാക്ഷമായിട്ട് കരുതുന്നു. ഹരി ഓം.